ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എല്ലായിടത്തും കൊണ്ട് കേസ് കൊടുക്കും. ഞാൻ BJP-യിലും കൊടുക്കും, കോൺഗ്രസിലും കൊടുക്കും, എല്ലായിടത്തും കേസ് കൊടുക്കും. എല്ലാ പൊളിറ്റീഷ്യന്മാരുടെ അടുത്തും ഞാൻ കൊണ്ട് കേസ് കൊടുക്കും. എവിടെ വേണമെങ്കിലും ഞാൻ കേസ് കൊടുക്കും. പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള വഴി എനിക്കറിയാം. ഞാൻ കൊയിലാണ്ടി ആശുപത്രി പോകും. ആശുപത്രി പോയിട്ട് കൊയിലാണ്ടി ആശുപത്രി ഞാൻ വന്നു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ഇതുപോലെ ചെയ്തു, ഇതുപോലെ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞ് ഞാൻ കൊയിലാണ്ടി ആശുപത്രി പോയിട്ട് അവിടുത്തെ എല്ലാ ലിസ്റ്റും എല്ലാ സകലമാന സാധനവും എടുത്ത് ആ ആശുപത്രിക്കാരെയും കൊണ്ടുപോലും ഞാൻ കേസ് കൊടുപ്പിക്കും. കാരണം ഒരു ആശുപത്രിയെ കുറിച്ചിട്ടും കൂടിയാണ് അനാവശ്യം പറഞ്ഞത്. കേസ് കൊടുപ്പിക്കട്ടെ. ഞാൻ അവിടെ പോകും. എനിക്കിപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കൊയിലാണ്ടി ആശുപത്രി പോകും. ഒരു ഹോസ്പിറ്റൽ ഉൾപ്പെടെ വന്ന് എന്റെ കൂടെ വന്ന് കേസ് പറയുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ അകത്ത് കിടക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറയുവാണ്, അത് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് മാപ്പ് പറഞ്ഞ് വീഡിയോ ഇട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കൃഷ്ണന്റെ പടമൊക്കെ വരച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് അർമാദിക്കുന്ന ഒരു താത്തായുണ്ട്. ജസ്ന സലീം എന്നാണ് അവരുടെ പേര്. അവർക്കെതിരായിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യാനുണ്ട്. കാരണം അവരുടെ പ്രവൃത്തി അതാണ്. കാരണം നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയിട്ട് കച്ചറയൊക്കെ ഉണ്ടാക്കാൻ നോക്കിയ ഒരു സ്ത്രീയാണ്, ഒരു മുസ്ലിം യുവതിയാണ് അവർ. അവർക്ക് വിലക്കുണ്ട്, ഗുരുവായൂർ അമ്പലത്തിൽ കയറരുതെന്നുള്ള വിലക്കുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ത്രീ, ഇവരുടെ മെയിൻ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഇവർക്കൊന്ന് വൈറലാകണം. അതിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ നടക്കുകയാണ്. ഒരു പ്രാവശ്യം ഇവർ വൈറലായതുമാണ്, അതുപോലെ തന്നെ എയറിലായതുമാണ്. അപ്പോൾ ഇവർക്കെതിരായിട്ട് വീഡിയോ ചെയ്ത ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നൊരു മോശം അനുഭവം ഉണ്ടായിരിക്കുകയാണ്. അതായത് വേറെ ആരുമല്ല, നമ്മളെപ്പോലെയൊക്കെ വീഡിയോ ചെയ്യുന്ന സ്മൃതി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. റിയാക്ഷൻ വീഡിയോ ആണ് ആ ഒരു പെൺകുട്ടിയും ചെയ്യുന്നത്. ആ പെൺകുട്ടി ഈ ജസ്നയ്ക്കെതിരായിട്ട് വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് പകരം വീട്ടലിന്റെ ഭാഗമായിട്ട് ഈ ജസ്ന സലീം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ, ആ സ്മൃതി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു വീഡിയോ അവരുടെ ചാനൽ ചെയ്തിട്ടു. അത് വേറൊന്നും അല്ല ചെയ്തിട്ടത്. ഈ ഒരു സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടി കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു. ആ കുട്ടി കല്യാണം കഴിക്കാത്തൊരു കുട്ടിയാണ്. ആ കുട്ടി അബോർഷൻ ചെയ്തു എന്നുള്ള ഒരു കള്ളക്കഥ ഈ ജസ്ന സലീം അവരുടെ ചാനലിൽ വന്നിരുന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ കുറിച്ച്, ആ കുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ കൊടുത്തിട്ട് പറഞ്ഞു. അപ്പോൾ ഇത് എന്തിനാണ് ഇത് ജസ്ന ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്നയ്ക്കെതിരായിട്ട് വീഡിയോ ചെയ്ത ഈ ഒരു പെൺകുട്ടി ജസ്നയ്ക്കെതിരായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് പകരത്തിനാണ് ജസ്ന ഇതുപോലൊരു നാർത്തനം കാണിച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ജസ്നയ്ക്കെതിരായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഈ ഒരു പെൺകുട്ടിക്ക് മാത്രമായിട്ട് ജസ്ന ഇങ്ങനെ ഒരു നാർത്തനം ചെയ്തു? അപ്പോൾ അങ്ങനെ ആ ഒരു പെൺകുട്ടി, സ്മൃതി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഇതിനെതിരായിട്ട് സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ഒരു വീഡിയോ ജസ്ന ഡിലീറ്റ് ചെയ്തു. പക്ഷേ അതിനുശേഷം ജസ്ന വീണ്ടും ഈ ഒരു പെൺകുട്ടിയെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ, അതായത് ഈ ഒരു പെൺകുട്ടി ആ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് അബോർഷൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ജസ്ന ഇവിടെ വാദിക്കുകയാണ്. എന്തായാലും നമുക്ക് ജസ്ന പറയുന്ന ആ ഒരു കാര്യം ഒന്ന് കണ്ടിട്ട് അതിനെക്കുറിച്ച് പറയാം. തെറ്റ് ചെയ്യാത്തവൻ എന്തിനു ഭയക്കണം? ഇല്ലേ? നമ്മളൊരാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാലം അത് തെളിയിക്കില്ലേ? പിന്നെ എന്തിനാണ് ഓരോരുത്തർ ഭയക്കുന്നത്? ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലേ? ആ കുട്ടി എന്തിനാണ് ഇത്ര വെപ്രാളപ്പെടുന്നത്? ആ കുട്ടി എന്തിനാണ് ഇങ്ങനെ ടെൻഷനാവുന്നത്? ഞാൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞിട്ട് അതും ആ കുട്ടി ഇന്നലെ തൊട്ടിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് തെളിവുകളുണ്ട്. അപ്പോൾ ഇന്നലെ തൊട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയും അതേപോലെ ഇന്ന് രാവിലെ തൊട്ട് എന്നെ കോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായി. ഞാൻ കോൾ റെക്കോർഡ് സഹിതം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ആ കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യുകയും കൂടെ ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം, ഇല്ലെങ്കിൽ വർഗീയവാദിയാക്കിയിട്ട് എന്നെ മുദ്ര കുത്താൻ ശ്രമിക്കും എന്ന് വെച്ചാൽ ആ കുട്ടി ഒരു ഹിന്ദുവാണ്, ഹിന്ദു ആയതുകൊണ്ടാണ് ആ കുട്ടീനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് എന്ന് വരുത്തി തീർക്കാൻ ആ കുട്ടി ശ്രമിക്കുമെന്ന്. ഞാൻ പറഞ്ഞു നീ ചെയ്തോ, അതിൻ്റെ വോയിസ് ഡീറ്റെയിൽ സഹിതം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു നീ ചെയ്തോ, നോ പ്രോബ്ലം. ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കോ ആ കുട്ടിക്കോ ആ കുട്ടിയുടെ വീട്ടുകാർക്കും നല്ല അസലായിട്ട് അറിയാം. അപ്പോൾ പിന്നെ ഈ കുട്ടി എന്തിനാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? കേട്ടല്ലോ, ജസ്ന പറയുന്നത് കേട്ടല്ലോ. ജസ്ന എന്തോ കണ്ടു എന്ന്, അതായത് ജസ്ന ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഈ ഒരു പെൺകുട്ടി അവിടെ ചെന്ന്, ഈ പെൺകുട്ടിയുടെ കൂടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു, അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നാണ് ജസ്ന പറയുന്നത്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇതുപോലത്തെ ഇല്ലാത്ത അപവാദം പറഞ്ഞുണ്ടാക്കുന്നത്? അപ്പോൾ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതിന് മുന്നേയൊക്കെ ഈ ഒരു ജസ്ന എന്ന് പറയുന്ന ഈ പെണ്ണുമ്പുള്ള നമ്മുടെ ഷെബീന ബീബിയൊക്കെ ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇവരും ഷെബീന ബീബിയും കൂടെ ഭയങ്കര ബഹളമായിരുന്നു. അന്നും ഈ ജസ്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പം എനിക്കതിൽ പുച്ഛം തോന്നുക. കാരണം ഇതുപോലത്തെ തരം താഴ്ന്ന ഒരു സ്ത്രീ, ഇവർക്കും 2 മക്കളുള്ളതാണ്, ആണിന് ആണും പെണ്ണിന് പെണ്ണുമുള്ള ഒരു പെൺകുഞ്ഞുള്ള ഒരു അമ്മയാണ് ഈ ഒരു രീതിയിൽ ഒരു പെൺകുട്ടിയെ കുറിച്ച് വന്നിരുന്ന അപവാദം പറയുന്നത്. സ്മൃതി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുള്ള, നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആ കുട്ടിയുടെ ഫോട്ടോയും ആ കുട്ടിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഇമ്മാതിരി ഒരു നാർത്തനം പറയുന്നത് ഈ പെണ്ണുമ്പുള്ള എന്ത് ചെയ്യണം?
സത്യം പറഞ്ഞാൽ വെറുതെ അല്ലേ ഇവർക്കെതിരായിട്ട് ആൾക്കാർ ഓരോന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുണ്ടല്ലോ, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഈ ഷെബീന ബേബി ആയിട്ടുള്ള ഒരു ഇഷ്യൂവിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പം ഞാൻ പറയുകയാണ്, ഇവരുടെ വരയ്ക്കുന്ന ആ ഒരു കണ്ണൻ്റെ പടം പോലും ഉണ്ടല്ലോ എത്രത്തോളം അശുദ്ധി ഉള്ളതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കണം. ഇവരുടെ മനസ്സ് അത്രത്തോളം വൃത്തികെട്ടതാണ്. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു രീതിയിൽ ആ ഒരു പെൺകുട്ടിയെക്കുറിച്ചൊക്കെ പറഞ്ഞത്. ആ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയും ആ ഒരു പെൺകുട്ടി ഹോസ്പിറ്റലിൽ അബോർഷൻ ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവളെ എന്താ പറയേണ്ടത്? ദയവേത് എനിക്ക് പറയാനുള്ള ഇവളെ പോലുള്ളവരെയൊന്നും ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കുക, ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ ഇവളുടെ അടുത്ത് നിന്ന് കണ്ണൻ്റെ പടമൊക്കെ വാങ്ങിക്കുന്നവർ ദയവേത് അത് വാങ്ങിക്കാതിരിക്കുക. കാരണം ഇവർക്ക് നല്ല ഒരു അഹങ്കാരമുണ്ട്. ഇവൾ കണ്ണൻ്റെ പടം വരയ്ക്കുന്നു, അതുപോലെ അത് കുറേ സെലിബ്രിറ്റീസിന് കൊടുക്കുന്നു. മെയിനായിട്ട് സുരേഷ് ഗോപിക്കൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഇവൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സുരേഷ് ഗോപിക്ക് അതിൻ്റെ പടമൊക്കെ കൊടുത്തതായിട്ടൊക്കെ. അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് ഒരു ധാരണയുണ്ട്, ഈ പുള്ളിക്കാരി എന്തോ സംഭവമാണ്, ഈ സുരേഷ് ഗോപിനെയൊക്കെ അറിയാവുന്നത് കൊണ്ടായിരിക്കാം, അത് അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഇവർ ഇത്രത്തോളം അഹങ്കരിക്കുന്നത്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? എല്ലാം പോട്ടെ, ഈ സ്മൃതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ പറയുന്ന ജസ്നയ്ക്കും ഉണ്ട് ഒരു പെൺകുഞ്ഞുള്ളതാണ്. അപ്പോൾ ഇതുപോലെ വന്നിരുന്നിട്ട് ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് ഇമ്മാതിരി വൃത്തികേടുകൾ പറയുന്നു. ഇവളെയൊക്കെ എന്താ ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോഴും ഈ പറയുന്ന ജസ്ന വന്നിരുന്നിട്ട് വീണ്ടും പറയുന്നത് എന്തുവാണ്, അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ആ ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, സ്മൃതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് വേറൊന്നുമല്ല, ഇവൾക്കെതിരായിട്ട് സൈബർ സെല്ലിൽ പരാതി കൊടുത്തു. അങ്ങനെ സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചിട്ട് ആ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ആ ഒരു വീഡിയോ ജസ്റ്റിനെ ഡിലീറ്റ് ആക്കിയെങ്കിലും ഇപ്പം വീണ്ടും ഈ കുട്ടിക്കെതിരായിട്ട് ഇമ്മാതിരി വർത്തമാനമായിട്ട് ഇവൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇതുപോലുള്ളവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. കാരണം അത്രയ്ക്ക് അഹങ്കാരമാണ് ഈ ഒരു സ്ത്രീക്ക്. ഇവരൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അവർ ഇപ്പോൾ കഴിഞ്ഞ ഇടയിൽ ഇവർ തട്ട ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. തട്ടമൊക്കെ ഇവർ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് സ്വന്തം മതത്തിൽ പോലും ഒരു ബഹുമാനം കൊടുക്കാത്ത ഒരു സ്ത്രീയാണ് ഇവർ. ഇവരുടെ ജോലി എന്തും ആയിക്കോട്ടെ, ഇവരുടെ കണ്ണൻ്റെ പടം വരച്ചാണ് അവർ ജീവിതമാർഗം നടത്തുന്നതിന്, അങ്ങനെ ആയിക്കോട്ടെ. എന്ത് കാര്യത്തിനാണ് ഇതുപോലെ വന്നിരുന്നിട്ട് ഇതുപോലുള്ള വൃത്തികേടുകൾ പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലുള്ള ആൾക്കാരെ, അതായത് ഈ ജസ്നെ പോലുള്ള ആൾക്കാരെ ദയവ് ഇത് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. എന്നാൽ എനിക്കിത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഉഡായിപ്പ് കൃഷ്ണഭക്തയെ എന്താണ് പറയേണ്ടത്? എന്താണ് നമുക്കറിയാം, ലസിത പാലക്കൽ എന്ന് പറയുന്ന ഒരു ചേച്ചിയായിട്ട് ഈ ജസ്ന ഭയങ്കര ഫൈറ്റാണ്. ഭയങ്കര ഫൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഫൈറ്റാണ്. അപ്പോൾ സത്യം പറയാൻ എനിക്ക് ഇപ്പോൾ തോന്നുന്നു ആ ചേച്ചിയൊക്കെ ചെയ്യുന്ന കറക്റ്റാണ്. കാരണം ഇവളെപ്പോലെ ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിലുള്ള മറുപടി കൊടുക്കണം. അതുപോലെ ഷെബീന ബേബിക്കും എൻ്റെ ഈ ഒരു കാര്യത്തിൽ ഞാനിപ്പോൾ അവരെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുക. കാരണം ഇവളെപ്പോലുള്ളവർക്കൊക്കെ ഇതേ രീതിയിൽ മറുപടി കൊടുക്കണം. അത് ഷെബീന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലസിത എന്ന് പറയുന്ന ആ ഒരു ചേച്ചി ആയിക്കോട്ടെ, നല്ല രീതിയിൽ മറുപടി കൊടുത്ത് ഇവളെയൊക്കെ ഒതുക്കണം. അതാണ് വേണ്ടത്.